ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. അടുത്ത ദിവസം കണ്ട ഒരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ 2 കുട്ടികളടങ്ങുന്ന 4-അംഗ കുടുംബം മരിച്ചതിൽ സംശയങ്ങൾ ഒഴിയുന്നില്ല. അപ്പം തണ്ണിമത്തൻ ജ്യൂസ് കഴിച്ചാൽ മരണമുണ്ടാകുമോ, അത് മറ്റ് ഭക്ഷണവുമായി പ്രതിപ്രവർത്തിക്കുമോ എന്ന ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഈ വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഈ വ്യക്തികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവയവങ്ങൾക്ക് ഗ്രീനിഷ് കളർ, അതായത് പച്ച നിറം കണ്ടു എന്നൊരു റിപ്പോർട്ടുണ്ട്. സാധാരണ ഭക്ഷ്യവിഷബാധയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഈ വിഷയത്തിലുണ്ടായത്, എന്താണ് ഇതിൻ്റെ കാരണം എന്നതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ സമയത്ത് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളാണ് കണ്ടിരിക്കുന്നത്. അതായത് ഇവർക്ക് ഓക്കാനം, ഛർദി, വയറിളക്കം മുതലായ ലക്ഷണങ്ങൾ ഉണ്ടായി. എന്നാൽ സാധാരണ കാണുന്ന ഭക്ഷ്യവിഷബാധയേക്കാൾ കൂടുതലായിട്ടാണ് കണ്ടത് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ എപ്പോഴും ഇത് ഒരു പോയിസണിങ്, അതായത് വിഷബാധ, ഭക്ഷ്യവിഷബാധയല്ല, ഭക്ഷണത്തിൽ വിഷം കലർന്നതുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് വസ്തുവായിരിക്കാം ഇതിൽ അടങ്ങിയിരിക്കുന്നത്? ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാരണം, എലിവിഷം ഈ ഭക്ഷണത്തിൽ കലർന്നാൽ, അതും വളരെ ചെറിയ അളവിലുള്ള എലിവിഷം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ വിഷം നമ്മൾ സിങ്ക് ഫോസ്ഫൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിമാരകമായ ഒരു എലിവിഷമുണ്ട്. ഈ സിങ്ക് ഫോസ്ഫൈഡിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വയറിലെ ഗാസ്ട്രിക് ആസിഡുമായി പ്രവർത്തിച്ച് ഇത് ഫോസ്ഫീൻ എന്നൊരു ഗ്യാസ് ഉണ്ടാവും. ഈ ഗ്യാസ് കോശങ്ങളിലെ ഓക്സിജൻ്റെ ഉപയോഗത്തെ ബാധിക്കുകയും അവയവങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി പലവിധ സിംറ്റംസ്, വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് കിഡ്നിയുടെ ഡാമേജ്, ശ്വാസകോശത്തിൻ്റെ ഡാമേജ്, ഹൃദയത്തിൻ്റെ ഡാമേജ്, തലച്ചോറിൻ്റെ ഡാമേജ്, അങ്ങനെ ഏത് അവയവത്തെ വേണമെങ്കിലും ബാധിക്കാം. ഈ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 1 മുതൽ 6 മണിക്കൂറിനുള്ളിൽ ഒരു സാധാരണ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കാം. അതായത് ഛർദി, ഓക്കാനം, വയറിളക്കം, ക്ഷീണം, തലകറക്കം, ചിലപ്പോൾ ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ ബോധക്കേട്, ഫിറ്റ്സ് വരികയും ചെയ്യാം. അപ്പോൾ ഈ വിഷബാധ എപ്പോഴാണ് സംശയിക്കേണ്ടത്? കൂടുതലായ സിംറ്റംസ് വരിക, ഒരു കുടുംബത്തിൽ തന്നെ പലർക്കും ഒരേ സിംറ്റംസ് വരിക, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷ്യവിഷബാധയുടെ ഒപ്പം ഭക്ഷണത്തിൽ വിഷം കലർന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ കണ്ടു അവയവങ്ങൾക്ക് ഗ്രീനിഷ് കളർ, അതായത് പച്ച നിറമുണ്ട്. ഇത് സാധാരണ കാണുന്ന അലുമിനിയം ഫോസ്ഫൈഡ്, അതായത് സിങ്ക് ഫോസ്ഫൈഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു വിഷവസ്തുവാണ് അലുമിനിയം ഫോസ്ഫൈഡ്. അലുമിനിയം ഫോസ്ഫൈഡ് പോയിസണിങ് ഉള്ള പല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും ഈ ഗ്രീനിഷ് കളർ കണ്ടതായ റിപ്പോർട്ടുകളുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ അലുമിനിയം ഫോസ്ഫൈഡും നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോസ്ഫീൻ എന്ന ഗ്യാസ് മൂലമാണ് അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുന്നത്. അപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടി ഈ കുടുംബത്തിലെ വ്യക്തികൾക്ക് സാധാരണഗതിയിൽ ഇത് തണ്ണിമത്തനും മറ്റ് ഭക്ഷണങ്ങളുമായിട്ടുള്ള പ്രതിപ്രവർത്തനമല്ല, എന്തോ വിഷം കലർന്നതാണ്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സിങ്ക് ഫോസ്ഫൈഡ് എന്ന വിഷമാണ്. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.